നമ്മൾ ഇന്നലെ കേരള പാഠാവലിയിലത്തെ റൈറ്റേഴ്സിൻ്റെ കൊടുത്തിട്ടുള്ള ഷോർട്ട് പ്രൊഫൈൽ നോക്കി. അപ്പോൾ ഇന്ന് അർത്ഥങ്ങളാണ് നോക്കാൻ പോകുന്നത്. അർത്ഥങ്ങൾ 2 ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. കാരണം ഒരുപാട് ഇതിൽ അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 2 ഭാഗമായിട്ട് ഇന്ന് നാളെയും കൂടെ പഠിച്ചാൽ അത് തീരും. എന്നിട്ട് ഇന്ന് നാളെ അത് തീർക്കാം. ഒരു 2 ദിവസത്തിൻ്റെ ഉള്ളിൽ കേരള പാഠാവലി മൊത്തം തീർക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അർത്ഥങ്ങൾ നോക്കാം. അതിന് മുമ്പ് ഇന്നലെ നമ്മൾ പഠിച്ച റൈറ്റേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് പറയാം. ആദ്യം നമ്മൾ നോക്കിയത് കാളിദാസിനെ കുറിച്ചാണ്. കാളിദാസൻ കഴിഞ്ഞിട്ട് നമ്മൾ AR രാജരാജവർമ്മയെ പഠിച്ചു. AR രാജരാജവർമ്മ അറിയപ്പെടുന്നത് എന്താണ്? കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മയാണ്. അത് കഴിഞ്ഞിട്ട് തുഞ്ചത്ത് എഴുത്തച്ഛൻ, മലയാള ഭാഷയുടെ പിതാവാണ് ആര്? തുഞ്ചത്ത് എഴുത്തച്ഛൻ എന്ന് പറയുന്നത്. പിന്നെ വിക്ടർ ഹ്യൂഗോയെ കുറിച്ച് വായിച്ചു. അതേപോലെ നാലാപ്പാട്ട് നാരായണ മേനോനെ കുറിച്ചിട്ടും വായിച്ചു. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് അർത്ഥങ്ങളാണ്. അർത്ഥങ്ങൾ ഫസ്റ്റ് അഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്പം എന്നാണ് അർത്ഥം. അഹി എന്ന് പറഞ്ഞാൽ സർപ്പം. അധ്രുവം എന്ന് പറഞ്ഞാൽ ചഞ്ചലം അല്ലെങ്കിൽ സ്ഥിരമല്ലാത്ത എന്നാണ് അർത്ഥം. ചഞ്ചലം അല്ലെങ്കിൽ സ്ഥിരമല്ലാത്ത. ചഞ്ചലം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന, മീൻസ് എന്താ പറയുക, സ്റ്റഡി അല്ലാത്ത അങ്ങനത്തെ അർത്ഥമല്ലേ. അപ്പോൾ ചഞ്ചലവും സ്ഥിരമല്ലാത്തതും ആണെന്ത്? അധ്രുവം എന്നുള്ള വേർഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇനി അവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാനമാണ്. അവിദ്യ, അജ്ഞാനം. അഹംബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ന ഭാവമാണ്. അഹംബുദ്ധി, ഞാൻ എന്ന ഭാവം. ആഢ്യോഹം, ഞാൻ ആഢ്യനാകുന്നു. ആഢ്യോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആഢ്യനാകുന്നു. അമ്രേഡിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവർത്തിച്ച് പറയാനാണ്. അമ്രേഡിതം എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് പറയുന്നതാണ് അമ്രേഡിതം എന്ന് പറയുന്നത്. അമ്രേഡിതം, ആവർത്തിച്ച് പറയൽ. ഒന്നുകൂടെ പറയാം. അഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്പം. അധ്രുവം, ചഞ്ചലം അഥവാ സ്ഥിരമല്ലാത്തത്. അവിദ്യ എന്ന് പറയുന്നത് അജ്ഞാനമാണ്. അഹംബുദ്ധി, ഞാനെന്ന ഭാവം. ആഢ്യോഹം, ഞാൻ ആഢ്യനാകുന്നു. അമ്രീഡിതം, ആവർത്തിച്ചു പറയൽ. ഇനി അടുത്തത് ആലോല ചേതസം. ആലോല ചേതസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചഞ്ചലമായിട്ടുള്ള മനസ്സോടെ. അതാണ് എന്ത്? ആലോല ചേതസം എന്നുള്ള വേർഡിൻ്റെ അർത്ഥം. ഏകാന്ത ചേതസം പറഞ്ഞാൽ ഏകാഗ്രമായ മനസ്സോടെ. ആലോല ചേതസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചഞ്ചലമായ മനസ്സോടെ. ഏകാന്ത ചേതസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകാഗ്രമായ മനസ്സോടെ. കാലാഹി എന്ന് പറഞ്ഞാൽ കാലമാകുന്ന അഹി എന്തായിരുന്നു? സർപ്പം അതാണ്, അല്ലെങ്കിൽ പാമ്പ്. അപ്പോൾ കാലാഹി എന്ന് പറയുന്നത് കാലമാകുന്ന അഹി. കാഷ്ടം, തടിക്കഷ്ണം. ഇവിടെ കാഷ് വട്ടത്തിലുള്ള ടായാണ് കാഷ്ടം എന്നുള്ളതിൽ. തടിക്കഷ്ണം എന്നാണ് അതിൻ്റെ അർത്ഥം. കളത്രം പത്നിയാണ്. കളത്രം പത്നി, ഭാര്യ എന്നൊക്കെ പറയാം. ക്ഷണഭംഗുരം, നിമിഷം കൊണ്ട് നശിക്കുന്നതിനാണ് എന്ന് പറയുന്നത് ക്ഷണഭംഗുരം എന്ന് പറയുന്നത്. കളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്താണ്. ഗളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്ത്. ഗംഗേത്ത ഗായാണ് ഗളം, കഴുത്ത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. അഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്പം. അധ്രുവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചഞ്ചലം അല്ലെങ്കിൽ സ്ഥിരമല്ലാത്തത്. അവിദ്യ, അജ്ഞാനം. അഹംബുദ്ധി, ഞാനെന്ന ഭാവം. ആഢ്യോഹം, ഞാൻ ആഢ്യനാകുന്നു. അമ്രീഡിതം, ആവർത്തിച്ചു പറയൽ. ആലോല ചേതസം, ചഞ്ചല മനസ്സോടെ. ഏകാന്ത ചേതസം, ഏകാഗ്രമായ മനസ്സോടെ. കാലാഹി, കാലമാകുന്ന അഹി. കാഷ്ടം, വട്ടത്തിലുള്ള ടായാണ്. തടിക്കഷ്ണം എന്നാണ് അതിനർത്ഥം. കളത്രം പത്നി. ക്ഷണഭംഗുരം, നിമിഷം കൊണ്ട് നശിക്കുന്നത്. ഗളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്താണ്. കഴുത്ത്. ഇനി അടുത്തത് ചക്ഷുശ്രവണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പാണ്. ചക്ഷുസ് കൊണ്ട് ശ്രവിക്കുന്നവൻ എന്നാണ് എന്തിനർത്ഥം? ചക്ഷുശ്രവണൻ എന്നുള്ളതിന് അർത്ഥം. ഈ ചക്ഷുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് എന്താണത്? അത് കണ്ണാണ്. ചക്ഷുസ് എന്ന് പറയുന്നത് കണ്ണാണ്. ചക്ഷുശ്രവണൻ എന്ന് പറയുന്നത് പാമ്പാണ്. ഇനി തവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്ദയാണ്. മമ, എൻ്റെ അല്ലേ. അതുപോലെ തവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്ദ എന്നാണ് അർത്ഥം. താന്തർ, ക്ഷീണിതർ. താന്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണിതരാണ്. ത്വക് മാംസം, ത്വക്ക് പ്ലസ് മാംസമാണ് എന്ത്? ത്വക് മാംസം. നമുക്ക് മറ്റേ ചേർത്തെഴുത്തിൽ ചോദിക്കാൻ പറ്റിയ സംഭവമാണ് ത്വക് മാംസം. ത്വക്ക് പ്ലസ് മാംസമാണ്. ദശാന്തരി, മറ്റൊരു അവസ്ഥയിൽ. ദശാന്തരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു അവസ്ഥയിൽ നിന്നാണ്. ദർദുരം, തവള. ദർദുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവള. ദർദുരം, തവള. ദശാന്തരി, മറ്റൊരു അവസ്ഥയിൽ. ത്വക് മാംസം, ത്വക്ക് മാംസം. താന്തർ, ക്ഷീണിതർ. തവ, നിന്റെ. ചക്ഷുസ്, കണ്ണ്. ചക്ഷുശ്രവണൻ, ചക്ഷുസ് കൊണ്ട് കേൾക്കുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പ്. ചക്ഷുശ്രവണൻ, പാമ്പ്. ചക്ഷുശ്രവണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്ഷുസ് കൊണ്ട് കേൾക്കുന്നവൻ. ചക്ഷുശ്രവണൻ, പാമ്പ്. ഓക്കെ അല്ലേ? ദർദുരം തവളയാണെന്ന് പറഞ്ഞു. ഇനി ദേഹാഭിമാനം.
ദേഹത്തെക്കുറിച്ച് അഭിമാനിക്കുന്നവർക്ക്, അതായത് ദേഹാഭിമാനിനാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹത്തെക്കുറിച്ച് അഭിമാനിക്കുന്നവർക്ക്. ദേഹോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹോഹം ഞാൻ ദേഹമാകുന്നു, ദേഹോഹം ഞാൻ ദേഹമാകുന്നു. നരേന്ദ്രോഹം ഞാൻ രാജാവാകുന്നു, നരേന്ദ്രോഹം ഞാൻ രാജാവാകുന്നു. നിജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയമുള്ള അല്ലെങ്കിൽ തന്നെ സംബന്ധിച്ച എന്നാണ്. നിജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിശ്ചയമുള്ള അല്ലെങ്കിൽ തന്നെ സംബന്ധിച്ച എന്നുള്ളതാണ് അർത്ഥം. നൃണാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്ക്. നാദ്യം നദിയിലൂടെ. പഞ്ചഭൂതങ്ങൾ നമുക്ക് അറിയുന്നതാണ്. മണ്ണ്, വെള്ളം, വായു, തീ, ആകാശം. ഏതൊക്കെയാണ്? മണ്ണ്, വെള്ളം, വായു, തീ, ആകാശം. നമ്മളിതിൽ മണ്ണ് ശരിക്കും വായു, ഭൂമി, ജലം, തീ, ആകാശം, അങ്ങനെ നമ്മൾ പഞ്ചഭൂതങ്ങൾ പറയാം. പിന്നെ പരിഗസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഴുങ്ങപ്പെട്ടതാണ്. പരിഗസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഴുങ്ങപ്പെട്ടത്. പരിണാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിണാമത്തോടു കൂടിയ അല്ലെങ്കിൽ അവസ്ഥാമാറ്റമുള്ളത് അല്ലെങ്കിൽ നാശമുള്ളത്. പരിണാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിണാമത്തോടു കൂടിയത് അല്ലെങ്കിൽ അവസ്ഥാമാറ്റമുള്ളത് അല്ലെങ്കിൽ അതിനർത്ഥമാണ് നാശമുള്ളത്. പരിണാമത്തോടു കൂടിയത്, അവസ്ഥാമാറ്റമുള്ളത്, നാശമുള്ളത്. പാന്തർ എന്ന് പറഞ്ഞാൽ വഴിപോക്കറാണ്. പാന്തർ വഴിപോക്കർ. പൂമാൻ പുരുഷൻ അല്ലെങ്കിൽ മനുഷ്യൻ. പൂമാൻ പുരുഷൻ അല്ലെങ്കിൽ മനുഷ്യനാണ്. മാതൃപിതൃ ഭർതൃ മിത്ര സഖി, അതായത് അമ്മ, അച്ഛൻ, സഹോദരൻ, സ്നേഹിതൻ, പത്നിയാണ്. മാതൃപിതൃ ഭർതൃ മിത്ര സഖി. മാതൃ അമ്മ, പിതൃ അച്ഛൻ, ഭർതൃ സഹോദരൻ, മിത്ര സ്നേഹിതൻ, സഖി പറഞ്ഞാൽ പത്നി. ബ്രാഹ്മണോഹം പറഞ്ഞാൽ ഞാൻ ബ്രാഹ്മണനാകുന്നു. ബ്രാഹ്മണ അധികം അഹം. ബ്രാഹ്മണ പ്ലസ് അഹമാണെന്ത്? ബ്രാഹ്മണോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബ്രാഹ്മണനാകുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ എന്ത് പറഞ്ഞു? ദേഹോഹം എന്ന് പറഞ്ഞു. ദേഹോഹം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ദേഹമാകുന്നു. നരേന്ദ്രോഹം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഞാൻ രാജാവാകുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും പറഞ്ഞത് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. താഴത്തുനിന്ന് മുകളിലേക്ക് പോകാം. അപ്പോൾ ബ്രാഹ്മണോഹം ഞാൻ ബ്രാഹ്മണനാകുന്നു. മാതൃപിതൃ ഭ്രാതൃ മിത്ര സഖി പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ, അച്ഛൻ, സഹോദരൻ, സ്നേഹിതൻ, പത്നി. പൂമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷൻ. പൂമാൻ പുരുഷൻ അല്ലെങ്കിൽ മനുഷ്യൻ. പാന്തർ എന്ന് പറഞ്ഞാൽ വഴിപോക്കറാണ്. താന്തർ എന്തായിരുന്നു? ക്ഷീണിതരായിരുന്നു. ഇനി പരിണാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിണാമത്തോടു കൂടിയത് അല്ലെങ്കിൽ അവസ്ഥാമാറ്റമുള്ളത് അല്ലെങ്കിൽ നാശമുള്ളത് എന്നൊക്കെയാണ് അർത്ഥം. പരിഗസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഴുങ്ങപ്പെട്ടത് എന്നാണ്. പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയായിരുന്നു? മണ്ണ്, വെള്ളം, വായു, തീ, ആകാശം. മണ്ണ്, വെള്ളം, തീ, ആകാശം, വായു. നദ്യാം എന്ന് പറയുന്നത് നദിയിലൂടെ. നൃണാം എന്ന് പറയുന്നത് മനുഷ്യർക്ക്. നിശ്ചയമുള്ള അല്ലെങ്കിൽ തന്നെ സംബന്ധിച്ച. നരേന്ദ്രോഹം ഞാൻ രാജാവാകുന്നു. ദേഹോഹം ഞാൻ ദേഹമാകുന്നു. ദേഹാഭിമാനിനാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹത്തെക്കുറിച്ച് അഭിമാനിക്കുന്നവർക്ക്. ദർദുരം തവള. ദശാന്തരെ മറ്റൊരവസ്ഥയിൽ. ത്വക്മാംസം ത്വക്ക് മാംസം. താന്തർ ക്ഷീണിതർ. തവ നിൻ്റെ. ചക്ഷുസ് കണ്ണ്. ചക്ഷുശ്രവണൻ പാമ്പ്. ചക്ഷുശ്രവണൻ എന്നുള്ളതിന് അർത്ഥം എന്താണ്? ചക്ഷുസ് കൊണ്ട് ശ്രവിക്കുന്നു അല്ലെങ്കിൽ ചക്ഷുസ് കൊണ്ട് കേൾക്കുന്നവെന്നാണ് അർത്ഥം. ഗളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്താണ്. ക്ഷണഭങ്കുരം നിമിഷം കൊണ്ട് നശിക്കുന്നത്. കളത്രം പത്നിയാണ്. കാഷ്ടം തടിക്കഷ്ണം. ട എന്നുള്ളത് വട്ടത്തിലുള്ള ടായാണ്. കാലാഹി കാലമാകുന്ന ആഹി. ഏകാന്ത ചേതസ ഏകാഗ്രമായ മനസ്സോടെ. ആലോല ചേതസ ചഞ്ചല മനസ്സോടെ. അമ്രേഡിതം ആവർത്തിച്ചു പറയൽ. ആഢ്യോഹം ഞാൻ ആഢ്യനാകുന്നു. അഹംബുദ്ധി ഞാനെന്ന ഭാവം. അവിദ്യ അജ്ഞാനം. അധ്രുവം ചഞ്ചലം അല്ലെങ്കിൽ സ്ഥിരമല്ലാത്തത്. അഹി സർപ്പം. ഇതിൽ ആഢ്യോഹം പറഞ്ഞാൽ ഞാൻ ആഢ്യനാകുന്നു. മറ്റേ ദേഹോഹം എന്ന് പറഞ്ഞാൽ ഞാൻ ദേഹമാകുന്നു. നരേന്ദ്രോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാജാവാകുന്നു. ബ്രാഹ്മണോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബ്രാഹ്മണനാകുന്നു അല്ലേ. പിന്നെ അമ്രേഡിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവർത്തിച്ചു പറയലാണ്. ആവർത്തിച്ചു പറയലാണ്. പിന്നെ ഇതിൽ ആലോല ചേതസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചഞ്ചലമായിട്ടുള്ള മനസ്സോടെ. ഏകാന്ത ചേതസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകാഗ്രമായ മനസ്സോടെ. പിന്നെ കാലാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലമാകുന്ന അഹി. അഹി എന്തായിരുന്നു? സർപ്പം. ചക്ഷുശ്രവണൻ. ചക്ഷുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണാണ്. ചക്ഷുശ്രവണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പാണ്. തവ നിന്റെയാണ്. മമ എൻ്റെയാണ്. പിന്നെ താന്തർ എന്ന് പറഞ്ഞാൽ ക്ഷീണിതർ. പാന്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിപോക്കറാണ്. ഓക്കെ അല്ലേ? വേറെ ഇതിൽ എളുപ്പമുള്ളതാണ്.
നാളെ ഇതിൻ്റെ ബാക്കി നോക്കാം.